ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു നാച്ചുറൽ കണ്ടീഷണറാണ് തയ്യാറാക്കുന്നത്. ഇത് നമ്മുടെ മുടിയുടെ പ്രിസ്നെസ്സും അതുപോലെ തന്നെ മുടി ഇങ്ങനെ വരണ്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറി നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്കൊരു മുടി വളർച്ചയൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ്. ഇത് നമുക്ക് ഷാമ്പു ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ മുടിയിൽ എണ്ണ തേക്കുന്ന വിധം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എണ്ണ തേക്കുന്ന ദിവസം ഞാൻ എല്ലാ എണ്ണകളൂടെ മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ കാച്ചിയ എണ്ണയാണ്. അത് ഏകദേശം ഒരു 3 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്. അത് നമ്മുടെ മുടിയുടെ നീളത്തിനൊക്കെ അനുസരിച്ച് വേണം നമ്മൾ എണ്ണ എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ഒലീവ് ഓയിൽ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ അതിന് വരെ നമ്മുടെ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. പിന്നെ നമുക്ക് ആവണക്കെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും 1 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആവണക്കെണ്ണ എടുക്കുന്ന ദിവസം വേണമെങ്കിൽ നമുക്കിതൊന്ന് ചൂടാക്കി ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കട്ടി കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ആവണക്കെണ്ണയ്ക്ക് ഇച്ചിരി കട്ടി കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അത് 1 ടീസ്പൂണോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഉണ്ടല്ലോ, അതാണ്. അതും ഉണ്ടെങ്കിൽ നല്ലതാണ്. നന്നായിട്ട് മുടി വളരാനായിട്ട് റോസ്മേരി എസൻഷ്യൽ ഓയിൽ സഹായിക്കും. അതൊരു 3 ഡ്രോപ്പോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ചേർക്കണ്ട. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ മുടി എണ്ണ തേക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ മുടിയിൽ ചെടയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് തേക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ തേക്കുന്നതിന് മുന്നായിട്ട് എപ്പോഴും മുടി നന്നായിട്ട് ചീകി അതിൻ്റെ ചെടയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ മുടിയിലും തലയോട്ടിയിലും ഒക്കെ എണ്ണ തേച്ച് കൊടുക്കാനായിട്ട്. പിന്നെ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ ഇതുപോലൊരു പഞ്ഞി വെച്ച് തേച്ച് കൊടുക്കാമെങ്കിൽ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഞ്ഞിയിൽ മുക്കി ചെയ്യാമെങ്കിൽ നമ്മുടെ തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ ഇതായിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ഞി മുക്കി ചെയ്യുന്നത് നന്നായിട്ട് നല്ലതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മുടെ തലയോട്ടിയിലൊക്കെ എണ്ണ നല്ലപോലെ ആയിക്കോളും. പിന്നെ വേണമെങ്കിൽ നമുക്കിതൊക്കെ ചൂടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മളിങ്ങനെ എണ്ണ തേക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം. ഈ താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ്. മുടി കിളിക്കാനും ഒക്കെ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാനിവിടെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ എണ്ണ ചൂടാക്കും. ഒരാഴ്ച സാധാരണയാണെങ്കിൽ അടുത്ത ആഴ്ച ഞാനത് ചൂടാക്കി ഉപയോഗിക്കാതെ തലയോട്ടിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ നന്നായിട്ട് നമ്മൾ ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ എണ്ണ തേക്കണം. കുറച്ച് സമയം എടുത്തൊക്കെ നമ്മൾ ചെയ്താൽ മതി. പിന്നെ ഈ മുടിയുടെ അറ്റത്ത് തേക്കാൻ മറക്കല്ലേ. നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ മാറാനായിട്ടൊക്കെ ഈ എണ്ണ തേക്കുന്നത് കൊണ്ട് സഹായിക്കും. അപ്പോൾ മുടിയുടെ അറ്റത്തൊക്കെ നല്ലപോലെ എണ്ണ പുരട്ടണേ. അപ്പോൾ ഞാൻ മുടിയിലും തലയോട്ടിയിലും ഒക്കെ അത്യാവശ്യം നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് ഇതുപോലെ നമ്മളൊന്ന് മസാജും കൂടി ചെയ്യണേ. അത് നല്ലതാണ്. മസാജിങ് എന്ന് പറയുന്നത് മുടി വളരാൻ നന്നായിട്ട് സഹായിക്കും. കാരണം നമ്മുടെ തലയോട്ടിയിലെ രക്തോട്ടം കൂടാനും ഫോളിക്കിൾസൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആകാനും ഒക്കെ ആക്റ്റീവാകാനൊക്കെ നമ്മളിത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് എണ്ണ തേച്ചിട്ടൊന്നൊരു 10 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മസാജ് ചെയ്തുകൂടി കൊടുക്കണേ. പിന്നെ നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴുകാനും ശ്രദ്ധിക്കണം. എണ്ണ ഒട്ടും തലയിൽ
അവശേഷിക്കരുത്. ഇതിനെ നമുക്കിതുപോലെ ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കെട്ടി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് പാക്ക് തയ്യാറാക്കാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്ലാക്സ് സീഡ് എടുക്കുക. അതിനകത്തോട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം 1/4 ഗ്ലാസ് ആകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അപ്പോൾ തന്നെ ഇതിനെ അരിച്ചുകൂടി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് എവിടെ എടുത്ത് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായിപ്പോവും, അരിച്ചെടുക്കാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പം നമുക്കിതുപോലൊരു അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയും കൂടി വെക്കാം. ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കും. ഇനിയിപ്പോൾ ഈ ഒരു പാക്കിലോട്ട് നമുക്ക് അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കറ്റാർവാഴയുടെ തണ്ട്, ചെറിയൊരു തണ്ടാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ അതിൻ്റെ ജെല്ലാണെങ്കിലും എടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചുകൂടി മുടി വളർച്ചയ്ക്കും ഒക്കെ കുറച്ചുകൂടി നല്ലത് നമ്മൾ നാച്ചുറലായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് ജെല്ല് എടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കറ്റാർവാഴ നമുക്കിവിടെ എടുക്കാം. കറ്റാർവാഴ നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നുണ്ട്. മുടിയുടെ ഒരു ഡ്രൈനെസ്സും ഫ്രിസ്നെസ്സും ഒക്കെ കുറയ്ക്കാനും ഒക്കെ കറ്റാർവാഴ നമ്മളെ സഹായിക്കുന്നു. നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് കറ്റാർവാഴ മാത്രമായിട്ട് നമുക്കൊരു കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കുക. നല്ലപോലെ ആ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ല് നന്നായിട്ട് നല്ലൊരു വാട്ടർ കണ്ടൻറ്റ് ആ രീതിയിലാകണമെങ്കിൽ നമുക്കത് മുടിയിൽ തേച്ചാൽ അതവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കണം. പക്ഷേ അതിന് മുന്നായിട്ട് നമ്മൾ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ നല്ലപോലെ ഷാമ്പു ഇട്ട് കഴുകിക്കളയണം. ഷാമ്പു ഇട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു പാക്ക് തേച്ച് 20 മിനിറ്റ് കഴിയുമ്പോൾ സാധാ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നമ്മളിതൊരു ഷാമ്പു ഉപയോഗിക്കാത്ത ദിവസമാണ്, അതായത് നമ്മൾ എണ്ണ മുടിയിൽ അധികമായിട്ട് പരട്ടാത്ത ദിവസമാണ് ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം തന്നെ ഈ ഒരു പാക്ക് തലയിൽ നമ്മൾ സാധാ ഹെയർ പാക്ക് പോലെ തലയിൽ തേച്ച് വെച്ചിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ സാധാ വെള്ളത്തിൽ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകിയാൽ മതി. ഇതൊരു കണ്ടീഷണറാണ്, അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ആദ്യം ഷാമ്പൂ ഇട്ട് മുടി നന്നായിട്ട് കഴുകുക, എണ്ണയൊക്കെ നല്ലപോലെ കഴുകിക്കളയുക. പിന്നീട് നമ്മളിത് തലയിലോട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് പച്ചവെള്ളത്തിൽ അങ്ങ് കഴുകിക്കളയാം. അപ്പോൾ ഞാനിതിൻ്റെ മുടിയൊന്ന് ഷാമ്പൂ ഇട്ട് കഴുകിക്കളയാം. മുടിയിൽ നിന്ന് എണ്ണയൊന്ന് കഴുകിക്കളയായിട്ട് ഇത് ഏത് ഷാമ്പൂ എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു കെമിക്കൽ ഷാമ്പൂ, ഏതെങ്കിലും ഒരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് തല കഴുകിയാൽ മതി. നമ്മളൊരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് ആഴ്ചയിലൊരിക്കൽ തല കഴുകണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് ഷാമ്പൂ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊന്ന് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട്. അപ്പം ഞാൻ മുടി നന്നായിട്ട് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് തേക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പനിയൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുക. അതായത് ആദ്യം തന്നെ ഈ പാക്ക് തേക്കുക, പിന്നെ അത് ഷാമ്പൂ ഇട്ട് കഴുകിക്കുക കേട്ടോ. അത് പനിയുള്ളവർ, അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് ചിലപ്പം വെള്ളമൊക്കെ ഇറങ്ങി പെട്ടെന്ന് പനി പിടിക്കാനും ജലദോഷമൊക്കെ പിടിക്കാൻ ചാൻസ് ഉള്ളവർ. അപ്പോൾ നമുക്കിത് എന്തായാലും ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് തേച്ച് കൊടുക്കുകയാണേ. നല്ല തണുപ്പുണ്ട്. നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ നല്ല തണുപ്പാണ്. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട കേട്ടോ. നല്ല തണുപ്പ് ശരിക്കും ഫ്ലാക്സ് സീഡിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്.
ഇതിങ്ങനെ തേച്ചിട്ട് ഞാനിതുപോലൊന്ന് മുടി കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക്. എന്നിട്ട് നമുക്ക് സാധാ പച്ചവെള്ളം വെച്ചിട്ട് കഴുകണം. ഈ സമയത്ത് വേണമെങ്കിൽ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാമെങ്കിൽ നല്ലതായിരിക്കും, ഇത് ഒലിച്ച് പോകാതൊക്കെ ഇരിക്കാനേ. അപ്പോൾ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഇത് പാക്ക് ഇട്ടതിന് ശേഷം മുടി കഴുകി കഴിഞ്ഞുള്ള മുടിയുടെ ടെക്സ്ചറാണ്. മുടി നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ നമുക്ക് 2-3 തവണ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക.